കോഴിക്കോട് ബീച്ചിന് സമീപം വലിയങ്ങാടിയിലാണ് കെട്ടിടത്തിന്റെ സൺഷെയ്ഡ് സ്ലാബ് തകർന്നു വീണ് 3 തൊഴിലാളികൾ മരിക്കുന്ന വളരെ ദാരുണമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായത്. 2 തൊഴിലാളികൾക്ക് പരിക്കേറ്റു. അവർ ചികിത്സയിലാണ്. കിണാശ്ശേരി സ്വദേശി ജബ്ബാർ, അത്തോളി സ്വദേശി അഷ്റഫ്, ബഷീർ എന്നിവരാണ് ഈ അപകടത്തിൽ മരിച്ചിരിക്കുന്നത്. വിനോദ്, പയ്യോളി സ്വദേശി കോയ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഈ പരിക്കേറ്റ കോയ ബീച്ച് ആശുപത്രിയിലും വിനോദ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ഒക്കെ ചികിത്സയിലാണ്. ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ് എന്ന ഒരു കാര്യം കൂടിയുണ്ട്. എന്തായാലും വളരെ ദാരുണമായിട്ടുള്ളൊരു സംഭവമാണ്. വളരെ കാലപ്പഴക്കമുള്ള ഒരു കെട്ടിടമായിരുന്നു. അത് പൊളിച്ചു നീക്കണം എന്നത് പറഞ്ഞിരുന്നതാണ്. കോഴിക്കോട് കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള ഈ കെട്ടിടത്തിന് ഏതാണ്ട് 70 വർഷത്തോളം പഴക്കമുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ കെട്ടിടത്തിന്റെ സൺഷെയ്ഡ് ഇടിഞ്ഞു വീണാണ് ഈ അപകടമുണ്ടായത്. നേരത്തെ തന്നെ ഈ കെട്ടിടം അപകടാവസ്ഥയിലാണ് എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതനുസരിച്ച് ഇത് പൊളിച്ചു നീക്കണമെന്ന നിർദ്ദേശം നൽകിയതാണ്. പക്ഷേ അതൊന്നും നടന്നില്ല എന്നതാണ് ഈ അപകടത്തിലേക്ക് നയിച്ചിരിക്കുന്ന സാഹചര്യം. തൊഴിലാളികൾ ഈ കയറ്റിറക്ക് തൊഴിലാളികളാണ്. അവർ ജോലിക്ക് ശേഷം ഈ ഒഴിഞ്ഞ കടയുടെ ഭാഗത്താണ് വിശ്രമിക്കാറ്. അവിടെ എപ്പോഴും ധാരാളം തൊഴിലാളികൾ ഉണ്ടാകാറുണ്ട്. ഇന്നും രാവിലത്തെ ജോലികൾക്ക് ശേഷം അവർ വിശ്രമിക്കുമ്പോഴാണ് ഈ അപകടം സംഭവിക്കുന്നത്. ഈ തൊഴിലാളികൾക്ക് മുകളിലേക്ക് ഈ കോൺക്രീറ്റ് പാളി അടർന്ന് വീഴുകയായിരുന്നു. നമ്മൾ പുതിയ കെട്ടിടങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനേക്കാൾ വലിയ കട്ടിയുള്ള കോൺക്രീറ്റ് പാളികളാണ്. അത് ഈ ജീവനക്കാരുടെ, ഈ തൊഴിലാളികളുടെ ദേഹത്തേക്ക് വീണാണ് വലിയ അപകടം ഉണ്ടായിരിക്കുന്നത്. അവിടെ അപ്പോൾ ഉണ്ടായിരുന്ന സഹപ്രവർത്തകരും മറ്റുമൊക്കെ ഈ കോൺക്രീറ്റ് പാളി ഉയർത്താൻ ശ്രമിച്ചെങ്കിലും അത് സാധ്യമായില്ല. പിന്നീട് ഫയർഫോഴ്സ് എത്തിയാണ് അത് നീക്കിയത്. അതിനിടയിൽ അവിടെ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾ വരെ പെട്ടുപോയിരിക്കുന്നത് നമ്മൾക്ക് കാണാം. കെട്ടിടം പൊളിയുന്ന ശബ്ദം കേട്ട് ഓടി മാറിയതിനാൽ 2 തൊഴിലാളികൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. മറ്റുള്ളവരെല്ലാം, അവിടെ ഉണ്ടായിരുന്ന മറ്റുള്ളവരെല്ലാം ഇതിനടിയിൽ പെട്ടുപോവുകയുമായിരുന്നു. ഒന്ന് എണീറ്റ് മാറാനുള്ള സമയം പോലും അവർക്ക് ലഭിച്ചില്ല. അതാണ് സംഭവിച്ചത്. യഥാർത്ഥത്തിൽ സ്ലാബിനടിയിൽ 2 ഇരുചക്ര വാഹനങ്ങളും കുടുങ്ങി. അപകടമുണ്ടായ ഉടനെ ഓടിക്കൂടിയ നാട്ടുകാരാണ് ആദ്യം ഈ രക്ഷാപ്രവർത്തനമൊക്കെ തുടങ്ങിയത്. പക്ഷേ അവരെ കൊണ്ടത് കഴിഞ്ഞില്ല. വാഹനത്തിലെ ജാക്കി ലിവറും മറ്റുമൊക്കെ ഉപയോഗിച്ചാണ് സ്ലാബ് ഉയർത്തി ആളുകളെ പുറത്തെടുക്കാനൊക്കെ ഇവർ ശ്രമിച്ചത്. പക്ഷേ അവരെ കൊണ്ട് പൊക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു അതിൻ്റെ ഭാരം എന്നതാണ് അവർ പറഞ്ഞത്. പിന്നീട് ഫയർഫോഴ്സ് യൂണിറ്റ് കൂടി എത്തിയാണ് ഈ ആളുകളെ പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റിയത്. തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടതിൻ്റെ ആശ്വാസമാണ് അവിടെ അവർക്കൊപ്പം ഉണ്ടായിരുന്ന മിനിറ്റുകൾക്ക് മുൻപ് വരെ അവർക്കൊപ്പം ഉണ്ടായിരുന്ന വ്യക്തിക്ക് ഉണ്ടായിരുന്നത്. അദ്ദേഹം ഈ ശബ്ദം കേട്ട് ഓടി രക്ഷപ്പെട്ടതുകൊണ്ട് മാത്രം അദ്ദേഹത്തിന് ജീവൻ രക്ഷപ്പെടുത്താൻ കഴിയുകയായിരുന്നു. അതേസമയം വരുത്തിവെച്ച അപകടം എന്ന വലിയ അമർഷമാണ് അവിടുത്തെ ഈ നാട്ടുകാർക്കും ജീവനക്കാർക്കും ഒക്കെ ഉള്ളത്. കയറ്റിറക്ക് തൊഴിലാളികളൊക്കെ ആ സമയം നിറയെ പേരുണ്ടായിരുന്നു. അവർ പറയുന്നത് ഇത് ഒരു വരുത്തിവെച്ച അപകടം എന്ന നിലയിലാണ്. വലിയ വീഴ്ചയാണ് അധികൃതരുടെ ഭാഗത്ത് സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ആ അപകടത്തെ തുടർന്ന് നമ്മളുടെ ടീം അവിടെ എത്തുമ്പോൾ, MS അനീഷ് കുമാറും നമ്മളുടെ ക്യാമറമാനും വിനോദും അവിടെ എത്തുമ്പോൾ വലിയ രോഷത്തോടുകൂടിയാണ് ആളുകൾ അതിനോട് പ്രതികരിച്ചത്. കാരണം 2024 പൊളിക്കണമെന്ന് പറഞ്ഞ കെട്ടിടമാണ്. അതങ്ങനെ നിർത്തിയത് കൊണ്ടാണ് അവർക്ക് അവരുടെ സഹപ്രവർത്തകരെ ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ എല്ലാ രോഷവും അവരുടെ വാക്കുകളിൽ ഉണ്ടായിരുന്നു. വലിയങ്ങാടിയിൽ അപ്രതീക്ഷിതമാണ് അപകടമുണ്ടായത്. ആ അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട ഒരാൾ നമ്മുടെ പോകുന്നു. ചേട്ടാ, പേരെന്താണ്? എന്റെ പേര് അബ്ദുറഹ്മാൻ. എന്താണ് സംഭവിച്ചത്? നമ്മള് 5-6 ആളുകളുടെ ഉള്ളിൽ നോർമൽ 6 ആളാണ്. 6 ആളുകൾ കഥ പറഞ്ഞിരിക്കുന്നു. അപ്പം ഈ വീണതിന്റെ മോൾ ഭാഗത്ത് നിന്ന് ഇങ്ങനെ അടർന്നു വരുന്നുണ്ട്. അപ്പൊ പിന്നെ ഇരുമ്പ് പൊരിയുന്ന ഒച്ചയും കേട്ട പാടും ഞാൻ ഇറങ്ങി ഓടി. പിന്നെ കാണുന്നത് ഇറ്റകളെ മേല് വീണെടുക്കണം, ബാക്കിയുള്ള ആളുകളെ മേല് വീണെടുക്കേണ്ടതാണ്. അതിൽ ഒരാൾ കോയാന്ന് പറഞ്ഞ ഒരാളുടെ ഇരുന്ന് മൂപ്പരിക്ക് കാലിന്റെ മുകളിൽ ചെറിയ പരിക്കില്, ബാക്കി എല്ലാവരും ഇതിന്റെ അടിയിലാണ്. ഞാനത് കണ്ടിട്ട് ഓടി രക്ഷപ്പെട്ടു. പിന്നെ എനിക്ക് കയ്യും കാലും പറിച്ചിട്ടൊന്നും കഴിഞ്ഞില്ല. പിന്നെ ഇവിടെ ആളൊക്കെ വന്ന് രക്ഷപ്പെടുത്തിയ ആളെ എന്താ അവസ്ഥ എന്നൊന്നും പറയാൻ പറ്റില്ല. പരിക്ക് വലിയ ശബ്ദത്തോടുകൂടിയാണ് ഇത് വീണത്. അത്യാവശ്യം നല്ല ശബ്ദത്തിലാണ് വീണത്. ആദ്യം ഒരു ചെറിയൊരു ഇരുമ്പ് എന്തോ പൊരിയുന്നമായുള്ള സൗണ്ട് കേട്ട് ആ സൗണ്ട് കേട്ടമ്പാടാണ് ഞാൻ ഇറങ്ങി ഓടിയത്. ചേട്ടൻ ഇവിടെ ജോലി ചെയ്യുന്ന ആളാ? ഞാൻ ആ ഗോഡൌണിൽ സാധനം ഇറക്കുന്ന ആളാണ്. ജസ്റ്റ് മിസ് എന്നാണ് നല്ല പറയാൻ. അവിടെ ഇപ്പൊ നമ്മളെ ഷോപ്പിൽ ജോലി ചെയ്യുന്ന ജബ്ബാർ എന്ന് പറഞ്ഞ ആളുണ്ട്. ഈ സെമീന എന്ന് പറഞ്ഞ ലോറിന്റെ
ഓണറും ഡ്രൈവറൊക്കെ അല്ല ബഷീർക്കുണ്ട്, ഒരേ കൂടെ കയറുന്ന വിനോദ്, അസറു, പിന്നെ നമ്മളെ ഈ ഗാമാന്നർ ഷോപ്പ് വർക്ക് ചെയ്യുന്ന ജബ്ബാറുണ്ട്, പിന്നെ പയ്യോളി കയറ്റുന്ന ഒരു കോയ ഉണ്ട്. ഇത്രയും ആളുകൾ എന്റെ ഓർമ്മയിലുണ്ട്. ഓടാൻ പറ്റിയില്ലായിരിക്കും. ഓടാൻ പറ്റില്ല. ഞാനും ഒഴികെ ബാക്കി എല്ലാവരും അവിടെ ഇരുന്ന് വയ്ക്കുന്നത്. അപ്പൊ ഓടലും ഞാൻ ഓടി ഇറങ്ങലും ഇത് വികലും കഴിഞ്ഞു വയ്ക്കുന്നത്. നിങ്ങൾ അത്ര പേരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്? അത്ര ആളുകൾ എന്റെ ഓർമ്മയിലില്ല. കൂടാതെ ആരും ഉണ്ടോ എന്ന് എനിക്ക് പറയാൻ പറ്റൂല. അപ്പൊ പെട്ടെന്ന് കഴിച്ചില്ലായെന്ന് പറയാം. അതെ അതെ അതെ, ഐസിന്റെ ബലം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ നല്ലത്. അപ്പോഴത്തേക്ക് പെട്ടെന്ന് ആളുകൾ ഓടി. അപ്പോഴേക്ക് പിന്നെ ഇവിടെ ഉള്ള ആളുകൾ ഓടിക്കൂടി പൊന്തിക്കലും ഫയർഫോഴ്സിനും പോലീസിനൊക്കെ വിളിച്ച്. അതിൽ ഒരാളുടെ നില ഇത്തിരി ഗുരുതരമാണെന്ന് അങ്ങനെയാണ് കേട്ടത്. കൊണ്ടേ ആളുകൾ പറഞ്ഞു. ഇപ്പൊന്നും വ്യക്തമായിട്ട് അറിയില്ല. എന്തായാലും ഈ ശബ്ദം കേട്ട ഉടൻ തന്നെ ഓടി രക്ഷപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിനും ജീവിതം രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. മറ്റുള്ള ആളുകൾ, അദ്ദേഹത്തിന്റെ പരിചയക്കാരായ ആളുകൾ തന്നെയാണ് അപകടത്തിൽ പെട്ടിരിക്കുന്നത്. ഒരാളുടെ നില അങ്ങേറ്റം ഗുരുതരമാണ് എന്നാണ് പറയാൻ കഴിയുന്നത്. ഈ കെട്ടിടം വീണപ്പോൾ, അല്ലെങ്കിൽ കെട്ടിടത്തിന് മുൻഭാഗത്തെ കോൺക്രീറ്റ് പാളികൾ വീണപ്പോൾ തന്നെ ആളുകൾ, രക്ഷാപ്രവർത്തകർ എത്തുകയും മറ്റുള്ളവരെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തു. എന്തായാലും വലിയ ഒരു രക്ഷപ്പെടലാണ് അദ്ദേഹത്തിന് സാധ്യമായിരിക്കുന്നത്. ലോറി ഡ്രൈവറും കൂടെ പണിയെടുക്കുന്ന ജോലിക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. ഇതിന് സൗണ്ട് കേട്ടിട്ട് ഓടിപ്പോയ ആൾക്കാരുണ്ട്, രക്ഷപ്പെട്ട ആൾക്കാരുണ്ട്. രക്ഷപ്പെട്ട ആൾക്കാർ അവിടെ പോയിട്ടാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നതാണ് പറഞ്ഞത്. അവരറിഞ്ഞ് ഇങ്ങനെ ബിൽഡിംഗ് വീണിക്കണ്, അവിടെ കുറെ ആൾക്കാർ, 5-8 ആൾക്കാരുണ്ട്. അപ്പൊ അറിഞ്ഞ ആൾക്കാരുടെ പേരൊക്കെ പറഞ്ഞത് അങ്ങനെയാണ് ഇവിടെ എല്ലാവരും ഓടിയതുണ്ട്. പൊളിച്ചു മാറേണ്ട അവസ്ഥയിലുള്ളതാണ്. ഒന്നാമത് തൊഴിലാളികൾ ഇവിടെ റെസ്റ്റ് എടുക്കുന്ന സ്ഥലമാണ്. ഈ സൺസൈഡിൽ റെസ്റ്റ് എടുക്കുന്ന സ്ഥലമാണ്. അതാണ് മെയിൻ പ്രശ്നം. ഞാൻ ജോലിക്ക് തണലത്ത് അവിടെ വന്ന് ഇരിക്കാറുണ്ട്. ഇവിടെ അങ്ങനെ ഇരിക്കാറുണ്ട്. തൊഴിലാളികള് സാധാരണ ഇവിടെ ജോലി കഴിഞ്ഞാലും ഉള്ള സമയത്തൊക്കെ തന്നെ ഇവിടെ ഇരിക്കുന്ന തൊഴിലാളികളാ. 6 തൊഴിലാളികൾക്കാണ് പരിക്ക് വെച്ചിട്ടുള്ളത് ഹോസ്പിറ്റലിലേക്ക്. 6 ആൾക്ക്. നല്ല ഗുരുതരമാണ്. അപ്പൊ അതില് നേരത്തെ ഇത് പൊളിക്കാനും ഒക്കെ ഓർഡർ ആയിട്ടുള്ളതാണ്. പക്ഷെ അത് ഇതിന്റെ വേണ്ടത്ര രീതിയിൽ ഈ പറയുന്ന ആളുകൾ കേസിന് പോയിട്ടും അല്ലാതെയും ഒക്കെ നേരം വഴി ഡിലേ ആയതാണ് ഇപ്പൊ ഈ ദുരന്തത്തിന്റെ കാരണം. ഇത് കോർപ്പറേഷന്റെ ഉടമസ്ഥലുള്ള കെട്ടിടമാണല്ലേ? കോർപ്പറേഷൻ നേരത്തെ പിന്നെ ഒഴിയാൻ വേണ്ടിയിട്ടൊക്കെ ഇത് കൊടുത്തതാണ്. കഴിഞ്ഞ രണ്ട് കൊല്ലം മുമ്പ് അൺഫിറ്റായിട്ട് പൊളിക്കാൻ വേണ്ടി വെച്ച ബിൽഡിംഗാണ്. എന്ത് കാരണം കൊണ്ടാണ് ഇത് പൊളിക്കാത്തതെന്ന് വ്യക്തമായി അറിയില്ല. ഇത് കോർപ്പറേഷന്റെ ഏറ്റവും വലിയ അനാസ്ഥയാണ് ഇവിടെ നിന്ന് സംഭവിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും 2 കൊല്ലം മുമ്പ് എടുത്ത തീരുമാനം, ആ തീരുമാനം എന്തുകൊണ്ട് നടപ്പിലാക്കിയില്ല, വീണ്ടും എങ്ങനെ ഇവർക്ക് ലൈസൻസ് പുതുക്കി കൊടുത്ത് എന്നൊക്കെ അന്വേഷണ വിധേയമാക്കേണ്ട ഒരു സംഭവമാണ്. ഒരുപാട് ആളുകളൊക്കെ എത്തുന്ന ഒരു ഇടമാണല്ലേ വലിയങ്ങാടി? ഏറ്റവും തിരക്കുള്ള ഏരിയ എന്ന നിലയിൽ തന്നെയാണ് ഈ ബിൽഡിംഗ് പൊളിക്കാനും വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. കാരണം അൺഫിറ്റായ ബിൽഡിംഗാണ്. ഒരു കാരണവശാലും ഇനി ലൈസൻസ് പുതുക്കി കൊടുക്കാൻ പാടില്ല. ഇത് ഏറ്റവും വലിയ കോർപ്പറേഷനിൽ നിന്നുള്ള ഏറ്റവും വലിയ അനാസ്ഥയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. സ്വാഭാവികം, ഇത് വരുത്തി വെച്ചൊരു വിനയാണ്, യാതൊരു സംശയമില്ല. ആ കാണുന്ന പുതിയ ബോർഡാണ്. എന്തിനാണ് ആ ലൈസൻസ് പുതുക്കി കൊടുത്തതെന്നുള്ളത് അന്വേഷിക്കണം. ആർക്ക് വേണ്ടി, ആരുടെ നിർദ്ദേശത്തിലാണ് ആ പുതിയ ബോർഡ് അവിടെ വെച്ച് ഈ പൊളിക്കാനായ അൺഫിറ്റ് ബിൽഡിങ്ങിന്റെ അകത്ത് ഇതുപോലെ സമാനമായ രീതിയിൽ ഇനിയും 4 ബിൽഡിങ്ങുകളുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നേരിട്ട് കൊണ്ടേ കാണിച്ചു തരാം. അവിടങ്ങളിലൊക്കെ അൺഫിറ്റ് ആക്കിയിട്ട് പോലും അവിടെ എന്താക്കുകയാണ്, ഇപ്പോഴും കടകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് വരുത്തി വെച്ച വിനയാണ്. അത് കോർപ്പറേഷന്റെ അനാസ്ഥ തന്നെയാണ്, യാതൊരു സംശയമില്ല. സിമെന്റ് വാങ്ങി തേച്ച് വിടാന്നല്ലാതെ ബിൽഡിങ്ങിന്റെ കാലം ഇത് പഴക്കം ചെന്നുപോയി. 70 വർഷം കഴിഞ്ഞ ബിൽഡിംഗ് ഒക്കെ തന്നെ നിലനിർത്താൻ പാടില്ല, പൊളിച്ചു മാറ്റണം. ഇത് പുതുക്കി പെയിന്റ് അടിച്ചിട്ട് പുതിയ ഷോപ്പിന് കൊടുക്കുകയാണ്. അതൊന്നും ശരിയായ രീതിയല്ല. ഇപ്പൊ 5 പേര് ഇരിക്കുന്നത് 5 പേരല്ല ഇതിന്റെ ഉള്ളിൽ ഉണ്ടാവാറ്. സാധാരണ 10, 25, 30 പേര് ഈ റംസാനായിട്ട് നോമിന് കിറ്റ് വാങ്ങാനും കിറ്റ് പാക്കറ്റ് ആക്കാനും ഒക്കെ ഇവിടെ. അപ്പോ ഇതാണ് അവിടുത്തെ ആളുകൾക്ക് പറയാനുള്ളത്. ഇതൊരു വരുത്തിവെച്ച അപകടം എന്ന് ആവർത്തിച്ച് പറയുകയാണ്. അവിടെ അവർക്കൊപ്പം ജോലി ചെയ്തിരുന്നവർ, സമീപത്ത് കടകൾ നടത്തുന്നവരെല്ലാം തന്നെ. ഈ കെട്ടിടത്തിന്റെ കാലപ്പഴക്കം എന്നത് വലിയ ഭീഷണിയായിരുന്നു അവർക്ക്. ഏതാണ്ട് 70 വർഷത്തോളം പഴക്കമുള്ളതാണ് ഈ കെട്ടിടം. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു അപകടത്തിലേക്ക് നയിക്കാമെന്ന് നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നതാണ്. 2024 പൊളിക്കാൻ, ഈ കെട്ടിടം പൊളിക്കണം എന്ന നിർദ്ദേശം നൽകിയിരുന്നതാണ്. പാസ്പോർട്ട് ഓഫീസായി പ്രവർത്തിച്ചിരുന്ന കെട്ടിടമാണിത്. ആ പാസ്പോർട്ട് ഓഫീസായി പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിൽ ഇനി അത് തുടർന്നു കൊണ്ടുപോകാൻ പറ്റില്ല, കെട്ടിടത്തിന് കാലപ്പഴക്കം ഉണ്ട് എന്ന് കാണിച്ച് ഈ പാസ്പോർട്ട് ഓഫീസ് മാറ്റിയിട്ട് തന്നെ വർഷങ്ങളായി, ഏതാണ്ട് 10 വർഷത്തോളം ആകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനുശേഷവും ഇതൊരു ഭീഷണിയായി നിലനിന്നു. പക്ഷേ ഈ അറ്റകുറ്റപ്പണികൾ നടത്തിക്കൊണ്ട് പക്ഷേ ഇതിന് വീണ്ടും മറ്റ് സ്ഥാപനങ്ങൾക്ക് പ്രവർത്തിക്കാൻ ഇതെങ്ങനെ നൽകി എന്നതിലാണ് ഇപ്പോൾ വലിയ ആരോപണം ഉയരുന്നത്.
ഫിറ്റ്നസ് ഇല്ലാത്ത ഈ കെട്ടിടത്തിൽ മറ്റ് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കാൻ അനുമതി നൽകിയത് എങ്ങനെയെന്ന ചോദ്യം ഉയരുന്നു. അവിടെ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഒരു അരിപ്പൊടി ഗോഡൌൺ യൂണിറ്റാണ് പ്രവർത്തിക്കുന്നത്. അവിടെ നമുക്ക് കാണാം ആ ദൃശ്യങ്ങളിൽ അരിപ്പൊടിയുടെ ചാക്കുകെട്ടുകളൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത് കാണാം. അപ്പോൾ അങ്ങനെ ആ സ്ഥാപനത്തിന് പ്രവർത്തിക്കാനുള്ള അനുമതി എങ്ങനെ കിട്ടി എന്നതാണ് ഇപ്പോൾ ഉയർന്ന ഏറ്റവും വലിയ ആക്ഷേപം. അപ്പോൾ പുതിയ കോർപ്പറേഷൻ ഭരണസമിതി ചുമതലയെടുത്തിട്ട് അധിക സമയമായിട്ടില്ല. അതുകൊണ്ട് തന്നെ മുൻ ഭരണസമിതിയുടെ കാലത്ത് എന്താണ് നടന്നിട്ടുള്ള ഫയൽ നീക്കങ്ങൾ എന്നത് നോക്കിയതിന് ശേഷം മാത്രം പ്രതികരിക്കാം എന്നതാണ് കോർപ്പറേഷൻ മേയറും കൗൺസിലറും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത്. പക്ഷേ പ്രതിപക്ഷം വലിയ രീതിയിലുള്ള ആക്ഷേപം ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുകയാണ്. ഫിറ്റ്നസ് ഇല്ലാത്ത ബിൽഡിങ്ങുകൾക്ക് ലൈസൻസ് നൽകരുതെന്ന് നിരവധി തവണ പറഞ്ഞതാണ് എന്ന് കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് SV സയ്യിദ് ഷമീൽ മുഹമ്മദ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സംഭവം അനാസ്ഥയാണ് എന്ന് അദ്ദേഹം ആരോപിക്കുന്നു. സുരക്ഷാ സംവിധാനങ്ങളിൽ ഒരു അടിസ്ഥാനവുമില്ല, കൃത്യമായ പരിശോധനകൾ ഇല്ല എന്ന ഒരു വിമർശനം കൂടിയാണ് ഇവർ ഉന്നയിക്കുന്നത്. വലിയ പ്രതിഷേധത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത്. നിമിഷങ്ങൾക്കകം 3 ജീവനാണ് ആ കടത്തിണ്ണയിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധമുയരുന്നു. ഇന്ന് പതിവിലും ആൾ കുറവായിരുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഇതിലും വലിയ ദുരന്തമുണ്ടാകുമായിരുന്നു എന്നതാണ് എല്ലാവരും ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ ആദ്യം BJPയുടെ നേതൃത്വത്തിലാണ് അവിടെ വലിയ പ്രതിഷേധം രൂപപ്പെട്ടത്. BJP ജില്ലാ അധ്യക്ഷൻ പ്രകാശ് ബാബുവിൻ്റെ നേതൃത്വത്തിൽ അവിടെ വലിയങ്ങാടിയിലേക്ക് എത്തുകയും അവിടുന്ന് പിന്നീട് മാർച്ചായി കോർപ്പറേഷൻ ഓഫീസിലേക്ക് നീങ്ങുകയും ഒക്കെയായിരുന്നു. കോർപ്പറേഷൻ ഓഫീസിൻ്റെ മതിൽ ചാടിക്കടന്ന് പ്രവർത്തകർ അകത്ത് കയറിയത് പോലീസുമായി വലിയ രീതിയിൽ ഉന്തിനും തള്ളിനുമൊക്കെ ഇടയാക്കി. പിന്നീട് ഈ പ്രവർത്തകരെ പോലീസ് ബലപ്രയോഗത്തിലൂടെ കോർപ്പറേഷൻ ഓഫീസിൻ്റെ പുറത്തേക്ക് കൊണ്ടുവന്നു. അവിടെ പിന്നീട് പോലീസിൻ്റെ ഈ നടപടിയിൽ പ്രതിഷേധിച്ചും ഈ കോർപ്പറേഷന്റെ അനാസ്ഥയിൽ പ്രതിഷേധിച്ചും BJP പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. കൊലയാളി മേയറുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് BJP പ്രവർത്തകർ പിന്നീട് അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയും മുദ്രാവാക്യം വിളിക്കുകയും ഒക്കെ ചെയ്തത്. പിന്നാലെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലും വലിയ പ്രതിഷേധം അരങ്ങേറി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വലിയ രീതിയിലുള്ള പ്രതിഷേധം കോർപ്പറേഷൻ ഓഫീസിനുള്ളിൽ കടന്നു തന്നെ കാഴ്ചവെച്ചു. 3 പേരുടെ ജീവൻ നഷ്ടപ്പെട്ട സംഭവമാണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള വലിയ പ്രതിഷേധമാണ് കോഴിക്കോട് അരങ്ങേറിയത്. അവസാനം ബലം പ്രയോഗിച്ച് നടക്കാനാവുന്നില്ല, ഇറങ്ങി നടക്കാനാവുന്നില്ല, ഇറങ്ങി നടക്കാനാവുന്നില്ല, ഇറങ്ങി നടക്കാനാവുന്നില്ല. മറുപടി പറയൂ അധികാരികളെ, മറുപടി പറയൂ അധികാരികളെ, മറുപടി പറയൂ അധികാരികളെ, മറുപടി പറയൂ അധികാരികളെ. അധികാരികളെ അന്ധന്മാരെ, അധികാരികളെ അന്ധന്മാരെ, അധികാരികളെ അന്ധന്മാരെ, അധികാരികളെ അന്ധന്മാരെ. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് അവിടെ അരങ്ങേറിയത്. 3 ജീവനുകൾ നഷ്ടപ്പെടുന്ന സംഭവമെന്ന് പറയുമ്പോൾ ആ രീതിയിൽ പ്രതിഷേധം ഉയരുക സ്വാഭാവികം തന്നെയാണ്. ഈ സംഭവത്തിലേക്ക് കാര്യങ്ങൾ നയിച്ചതിന്റെ ഉത്തരവാദിത്തം കോർപ്പറേഷനാണെന്നാണ് പ്രതിപക്ഷ കൗൺസിലർമാർ ആരോപിക്കുന്നത്. നമുക്കറിയാം LDFന് ഭരണം നിലനിർത്താനായ കോർപ്പറേഷനാണ്. നേരത്തെ ഭരണവും LDFന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഭരണത്തിലുണ്ടായിരുന്ന കോർപ്പറേഷനാണ്
ഇതിന്റെ ഉത്തരവാദിത്വം എന്നതാണ് പ്രതിപക്ഷ കൗൺസിലർമാർ ആരോപിക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് അവർ കടന്നിരിക്കുന്നത്. നിങ്ങൾ പോലെ വീട്ടിലേക്കാണോ പോയെ മേയർ മറുപടി പറയട്ടെ, ഇതിന് ലൈസൻസ് കൊടുത്ത സെക്രട്ടറി മറുപടി പറയട്ടെ. അത് പറയുമ്പോ ഈ ഇലക്ഷന് ഇവിടെ നിയോഗിച്ച ഒരു ഉദ്യോഗസ്ഥൻ ഒരു CIക്ക് വല്ലാത്ത വേജാറ്. BJPക്കാർ നിങ്ങൾ അദ്ദേഹത്തിന്റെ വീട്ടിലാണോ പോയെ? അതുകൊണ്ട് ഞങ്ങള് ഒരു മറുപടി വേണം. ഇവിടെ നിന്നാ മറുപടി കിട്ടേണ്ടത്. ഈ നഗരഹൃദയത്തിൽ ലൈസൻസ് ഇല്ലാത്ത ഒരു കെട്ടിടത്തിന് 2 കൊല്ലമായി ടാക്സ് അടക്കാത്ത ഒരു കെട്ടിടത്തില് പരിപാടി നടത്താൻ 5:30 മണിക്ക് പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് യോഗം ചേർന്ന് 2 ആഴ്ച മുമ്പ് അനുവാദം കൊടുത്ത മേയറായത്. സെക്രട്ടറി അവിടെ ഉള്ളേ. ഇവരിൽ നിന്ന് എന്താ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഇതുപോലെയുള്ള ഒരു കെട്ടിടമല്ല, നിരവധി കെട്ടിടങ്ങൾ ചൂണ്ടിക്കാണിച്ചതാണ് ഞങ്ങൾ ധനകാര്യ കമ്മിറ്റിയിൽ ഇരുന്ന സമയത്ത്. ലൈസൻസ് പുതുക്കാൻ വരുന്ന സമയത്ത് കെട്ടിടം അൺഫിറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും അത് പുതുക്കി പണിതുകൊണ്ട് സുരക്ഷ ഉറപ്പുവരുത്തിക്കൊണ്ട് അത് ലൈസൻസ് പുതുക്കാവൂ എന്ന് നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും ഇന്ന് വരെ ഒരു കെട്ടിടങ്ങൾക്കെതിരെയും നടപടിയെടുക്കാൻ ഇവിടെയുള്ള സെക്രട്ടറിയോ ബഹുമാനപ്പെട്ട മേയറോ ഉദ്യോഗസ്ഥരോ തയ്യാറായിട്ടില്ല. ഒരു നോട്ടീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ നോട്ടീസിന് അനുസൃതമായിട്ടുള്ള ഒരു നടപടി കൈക്കൊള്ളുവാൻ ഇന്ന് വരെ തയ്യാറാവാത്തത് കൊണ്ടാണ് ഇങ്ങനെ ജീവൻ പൊലിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യത്തിലേക്ക് കോഴിക്കോട് കോർപ്പറേഷൻ ഏറ്റവും നാണകെട്ടിട്ടുള്ള സാഹചര്യത്തിലേക്ക്, ഏറ്റവും ദയനീയമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് ഇന്ന് നീങ്ങിയിരിക്കുന്നത്. ഈ കെട്ടിടത്തിന്റെ വിഷയം കൌൺസിലിൽ വന്നിട്ടുള്ളതായിരുന്നു. കെട്ടിടം അൺഫിറ്റ് ആണ് എന്നുള്ളത് ഉദ്യോഗസ്ഥർ രേഖപ്പെടുത്തിയതാണ്. ആ അൺഫിറ്റ് ആയിരിക്കുന്ന കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റി പുതുക്കി പണിയേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? അത് കോഴിക്കോട് കോർപ്പറേഷനാണ്. സെക്രട്ടറിക്ക് ഉത്തരവാദിത്തമുണ്ട്, ബഹുമാനപ്പെട്ട മേയർക്കും അതിന്റെ ഉദ്യോഗസ്ഥർക്കും അതിന്റെ ഉത്തരവാദിത്തമുണ്ട്. എന്തുകൊണ്ടാണ് ഒരുപക്ഷെ ഇതിൽ നടപടി ഉണ്ടാവാതെ പോയതെന്ന് നിങ്ങൾ കരുതുന്നു? ഒരു നടപടിയും സ്വീകരിച്ചതായിട്ടില്ലല്ലോ. നിരവധി കെട്ടിടങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോഴും ഇങ്ങനെ നടപടികൾ സ്വീകരിക്കുന്ന ഒരു രീതി കോഴിക്കോട് കോർപ്പറേഷൻ ഇല്ല. ചെറിയ വീടുകൾ, ചെറിയൊരു ബങ്കുകൾ അതൊക്കെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു വീട് അതിന്റെ ചോർച്ച തടയുന്നതിന് വേണ്ടി ഒരു ഷീറ്റ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ അത് പൊളിച്ചു മാറ്റാൻ വേണ്ടി കോഴിക്കോട് കോർപ്പറേഷൻ മുന്നിൽ നിൽക്കാറുണ്ട്. എന്നാൽ കോർപ്പറേഷന്റെ തന്നെ അധീനതയിലുള്ള കെട്ടിടങ്ങളിൽ ഏറ്റവും വലിയ അനാസ്ഥയാണ് നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. വലിയ അനാസ്ഥയിലേക്കാണ് ഈ കൗൺസിലർമാർ ഉൾപ്പെടെ വിരൽ ചൂണ്ടുന്നത്. എന്തായാലും വലിയ പ്രതിഷേധവും അരങ്ങേറുന്നുണ്ട്. ഈ കോർപ്പറേഷൻ അധികൃതർ ഈ രീതിയിലുള്ള ഫിറ്റ്നസ് ഇല്ലാത്ത കെട്ടിടങ്ങൾക്ക് പ്രവർത്തിക്കാൻ വ്യാപകമായ അനുമതി കൊടുക്കുന്നു എന്നതാണ് ഉയരുന്ന ആരോപണം. നേരത്തെ ഈ ആരോപണങ്ങൾ അവിടുത്തെ തൊഴിലാളികൾ ഉയർത്തിയത് നമ്മൾ കണ്ടതാണ്. ഈ ഒരു കെട്ടിടം മാത്രമല്ല, സമീപ പ്രദേശങ്ങളിൽ അങ്ങനെ ഭീഷണിയായി നിൽക്കുന്ന നിരവധി കെട്ടിടങ്ങൾ ഉണ്ട് എന്ന് പറയുന്നു. അപ്പോൾ മനുഷ്യന്റെ ജീവൻ വെച്ച് പന്താടുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. ചില ആളുകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി അല്ലെങ്കിൽ അവരിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങൾ കൈപ്പറ്റിക്കൊണ്ട് ഇത്തരം അപകട സാധ്യതയുള്ള കെട്ടിടങ്ങൾക്ക് പ്രവർത്തിക്കാൻ അനുമതി നൽകുന്നു എന്ന വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഉയർന്നിട്ടുള്ളത്. ഇത് കോഴിക്കോട്ടെ മാത്രം കാര്യമല്ല. സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള പല കേസുകളും പലയിടങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, പ്രത്യേകിച്ച് ഈ കമ്പോളങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ. അപ്പോൾ അവിടങ്ങളിൽ കൃത്യമായ പരിശോധന വേണം. ഫിറ്റ്നസ് ഇല്ലാത്ത കെട്ടിടങ്ങൾക്ക് പ്രവർത്തിക്കാൻ അനുമതി കൊടുക്കരുത്. അവിടം വിശ്രമവേളകളായി ആളുകൾ തെരഞ്ഞെടുക്കുന്നതിനും നിയന്ത്രണം വേണം. അത്തരം കെട്ടിടങ്ങൾ അവിടെ നിൽക്കുന്നത് കൊണ്ടാണ് ആളുകൾ അവിടേക്ക് പോകുന്നത്. അറിയാതെയൊക്കെ പോയി ഇരിക്കുന്നവരാണ്. എന്തായാലും 3 ജീവനുകളാണ് നഷ്ടപ്പെട്ടത്. ഇതെങ്കിലും ഒരു പാഠമായി മാറണം. ഇനി ഇത്തരം അപകടാവസ്ഥയിലുള്ള കെട്ടിടങ്ങൾക്ക് പ്രവർത്തനാനുമതി കൊടുക്കരുത്. അവ പൊളിച്ചു നീക്കാനുള്ള അടിയന്തര നടപടികൾ ഉണ്ടാകണം എന്നതാണ്. ആ രീതിയിൽ വലിയ പ്രതിഷേധവും അവിടെ ഉയരുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.